വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ദിസ് ഈസ് SJ ഫ്രം ഏഗൺ. എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ടെൻഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ കെമിസ്ട്രി നമ്മുടെ ഏഗന്റെ ഹെൽപ്പോട് കൂടെ സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യൂഷ്വലി റെഡോക്സ് റിയാക്ഷൻസ് അഥവാ റെഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഒന്ന്, കെമിക്കൽ ഇക്വേഷൻ അഥവാ രാസസമവാക്യം തന്നിട്ട് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സമീകരിക്കാൻ പറയും. അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പറയും, ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാൻ പറയും. അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഓക്സിഡേഷൻ അഥവാ റിഡക്ഷൻ, ഓക്സീകരണം അല്ലെങ്കിൽ നിരോക്സീകരണം ആർക്കാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാം. അതേപോലെ നിരോക്സീകാരി അഥവാ ഓക്സികാരി, അതായത് റിഡ്യൂസിങ് ഏജൻസ് ആൻഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആരാണ് എന്ന് ചോദ്യം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ എല്ലാ ചോദ്യം കൂടെ നമുക്ക് ഒറ്റൊരു ചോദ്യത്തിലൂടെ പഠിച്ചെടുത്താലോ? നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു രാസസമവാക്യം തന്നിട്ടുണ്ട്. ബാലൻസ് ദി ഗിവൺ ഇക്വേഷൻ, തന്നിരിക്കുന്ന രാസസമവാക്യത്തെ സമീകരിക്കുക. അതേപോലെ റൈറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ റിയാക്ടന്റ് ആൻഡ് ദി പ്രോഡക്റ്റ് ഇൻ ദിസ് കെമിക്കൽ ഇക്വേഷൻ. ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും, അഭികാരകങ്ങളുടെ സൈഡിലും അതേപോലെ ഉൽപ്പന്നങ്ങളുടെ സൈഡിലുള്ള കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണ അവസ്ഥ എഴുതുക. ആൻഡ് ഡിഡ് കാർബൺ അണ്ടർഗോ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ, കാർബണിന് ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ സംഭവിച്ചത്? വിച്ച് ഈസ് ദി ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ, ഈ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സീകാരി? ആൻഡ് വിച്ച് ഈസ് ദ റിഡ്യൂസിങ് ഏജന്റ്, ആരാണ് നിരോക്സീകാരി? ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനനുസരിച്ചാണ്, അതായത് മാസ് സംരക്ഷണ നിയമം പാലിക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു രാസസമവാക്യത്തെ സമീകരിക്കാൻ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും, അതായത് റിയാക്ടന്റ് സൈഡിൽ അഭികാരകങ്ങളുടെ സൈഡിലും പ്രോഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കണം. നമുക്ക് നോക്കാം. നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഇങ്ങനെ നോക്കിയാൽ മതി. രണ്ട് സൈഡിലും കാർബണിന്റെ എണ്ണം തുല്യമാണോ അല്ലെങ്കിൽ തുല്യമാക്കുക. ഇവിടെ നോക്കിയേ, ഒരു കാർബൺ ആണ്, ഒരു കാർബൺ. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഹൈഡ്രജനെ ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ കാർബൺ പ്ലസ് 4HNO3 gives H2O. എത്ര ഹൈഡ്രജനാണ് നമുക്ക് വേണ്ടത്? 4 ആണ്. ഇവിടെ ഓൾറെഡി 2 ആണുള്ളത്, അപ്പൊ ഞാനിവിടെ ഒരു 2 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ബാക്കിയുള്ളവരെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഇനി ആരാണ് ബാലൻസ്ഡ് ആവാനുള്ളത്? നമ്മുടെ നൈട്രജൻ ഒന്ന് നോക്കിയേ. ഇവിടെ 4 നൈട്രജൻ ഉണ്ട്, പക്ഷേ ഇവിടെ എത്ര നൈട്രജനാ? 1 ഉള്ളൂ. അപ്പൊ ആ നൈട്രജനെ ഞാൻ ബാലൻസ് ചെയ്യാണ്. 4HNO3 gives 2H2O plus CO2 plus 4NO2. ഇനി ഒന്ന് നോക്കിക്കേ, ആരാണ് ബാലൻസ് ചെയ്യാൻ ബാക്കിയുള്ളത്? ഇവിടെ ഒരു കാർബൺ ആണ്, ഇവിടെയും ഒരു കാർബൺ ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്? 4 നൈട്രജൻ ആണ്. ഇവിടെ 4 നൈട്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 × 3 12 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ 12 ഓക്സിജൻ ആയി. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതായിട്ട് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം. ഇവിടെ കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ അല്ലെ, മൂലകാവസ്ഥയിൽ എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പൊ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ്. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ -2 ആണ്. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കറിയാം, അറിയാത്ത ആൾക്ക് X എന്നാണ് നമ്മൾ പേര് കൊടുക്കാറുള്ളത്. അപ്പൊ HNO3യിലെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ആൾക്കാരെ എഴുതാം. പ്ലസ് നൈട്രജൻ X ആണ്, ഓക്സിജൻ എത്രയാണ്? -2 × 3 ആണ് അല്ലേ, ഈക്വൽ ടു എന്താ എഴുതേണ്ടത്? നമുക്കറിയാം, ഒരു കോമ്പൗണ്ടിലെ ഒരു സംയുക്തത്തിലെ ഓക്സിഡേഷൻ നമ്പറുകളുടെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ 0 ആയിരിക്കണം, 0 ആയിരിക്കണം. അപ്പൊ 0ന് ഈക്വൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ 1 + x - 6 = 0, x - 5 = 0, x +5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നൈട്രജൻ്റെത് +5 ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ വാട്ടർ മോളിക്യൂൾ, യെസ്, ജലതന്മാത്രയിൽ ഓക്സിജൻ -2 ആണ്, ഹൈഡ്രജൻ എത്രയാണ്? +1 ആണ്.
കാർബണിന് ഓക്സിജൻ -2 ആണ്. കാർബൺ എത്രയായിരിക്കും? എടാ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ ഈ CO2ലെ ഓക്സിഡേഷൻ നമ്പർ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ഇവിടെ ഓക്സിജൻ -2 ആണ്. അപ്പൊ ഇവിടെ ടോട്ടല് -2 × 2 -4 ആണ്. ഇവിടെ എന്ത് വരണം അപ്പോൾ? അതായത് ഈ -4ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 0 വരിക? +4 ആണ്. അപ്പോൾ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4 ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എക്സ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് NO2. ഓക്സിജന് -2 ആണ്. അപ്പൊ 2 ഓക്സിജൻ ഉണ്ടാകുമ്പോൾ -4 ആവും. അപ്പൊ നൈട്രജന് +4 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ, ഓക്സീകരണം, ആർക്കാണ് റിഡക്ഷൻ, നിരോക്സീകരണം നടന്നത് എന്ന് നോക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഓക്സിഡേഷൻ നമ്പറിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിച്ചത് എന്ന് നോക്കാം. കാർബണിന് 0യിൽ നിന്നും +4ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അവിടെ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും, അഥവാ ഓക്സീകരണം നടക്കും. അടുത്തത് ഇവിടെ ഹൈഡ്രജന് ഒരു വ്യത്യാസവുമില്ല, ഓക്സിജനും ഒരു വ്യത്യാസവുമില്ല. വേറെ ആർക്കാണ് ഇവിടെ വ്യത്യാസമുള്ളത്? നൈട്രജനാണ്. നൈട്രജൻ +5ൽ നിന്നും +4ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അവിടെ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും, അഥവാ നിരോക്സീകരണം നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഇവിടെ ആരായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്, ആരായിരിക്കും നിരോക്സീകാരി? ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുക, അഥവാ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുക, നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കും. അതേപോലെ ആരായിരിക്കും ഓക്സീകാരി? റിഡക്ഷൻ ആർക്കാണോ നടന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അതായത് നമ്മുടെ നിരോക്സീകരണം നടന്ന ആള് ഓക്സീകാരിയായിട്ട് പ്രവർത്തിക്കും. ഓക്സീകാരി, OA എന്ന് എഴുതിയത് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്, റിഡക്ഷൻ ആർക്കാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്? കാർബണിന് ഓക്സിഡേഷൻ നടന്നു. കാർബൺ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട്, നിരോക്സീകാരിയായിട്ട് കാർബണിന് ഓക്സിഡേഷൻ നടന്നു. അപ്പൊ കാർബൺ നിരോക്സീകാരി റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും. ഇവിടെ HNO3ക്ക് റിഡക്ഷൻ നടന്നു, നിരോക്സീകരണം നടന്നു. അപ്പൊ HNO3 ഓക്സീകാരി ആയിട്ട് പ്രവർത്തിക്കും, അഥവാ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റെഡോക്സ് റിയാക്ഷൻസ്, റെഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും എക്സാമിന് വരിക. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൃത്യസമയത്ത് നമ്മുടെ ലൈവിൽ എത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.